കെ തോമസ് MLA NCP സംസ്ഥാന അധ്യക്ഷനാവും. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. പ്രഖ്യാപനം പിന്നീടുണ്ടാകും. തോമസ് കെ തോമസിനെ പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു PC ചാക്കോ അനുകൂലികൾ ഒഴികെയുള്ളവരുടെ ആവശ്യം. ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് കോൺഗ്രസ് MP ശശി തരൂർ എഴുതിയ ലേഖനം വിവാദമാക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. താൻ പറയുന്നത് സർക്കാരിനുള്ള മറുപടിയാണെന്നും എല്ലാ വികസനങ്ങൾക്കെതിരെയും തടസ്സം നിന്നവരാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായത്തെ സംബന്ധിച്ച തെറ്റായ കണക്കുകളാണ് ഇടത് സർക്കാർ പറയുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ 11 അക്കൗണ്ടുകളിലേക്ക് 548 കോടി രൂപ എത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ചാലക്കുടി ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജു ആന്റണിയുടെ മോഷണ ശ്രമം പുനരാവിഷ്കരിച്ച് പോലീസ്. പ്രതിയുമായി ബാങ്കിലെത്തി തെളിവെടുപ്പ് നടത്തി. 3 മിനിറ്റിൽ 15 ലക്ഷം കവർച്ച നടത്തിയ സംഭവമാണ് പോലീസ് പുനരാവിഷ്കരിച്ചത്. ആക്രമണത്തിനിരയായ ബാങ്ക് ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ്. CPIM ഏരിയ സമ്മേളന ഫണ്ട് വെട്ടിച്ചെന്ന പരാതിയിലെടുത്ത കേസിൽ മധു മുല്ലശ്ശേരിക്ക് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. നേരത്തെ കേസിൽ മധുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജാതിയുടെ പേരിൽ പീഡനമെന്ന പരാതിയിൽ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തു. ചീഫ് റീജിയണൽ മാനേജർ നിതീഷ് കുമാർ സിൻഹയ്ക്കെതിരെയും അസിസ്റ്റന്റ് ജനറൽ മാനേജർ കശ്മീർ സിംഗിനെതിരെയുമാണ് കേസെടുത്തത്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ BJP നേതാവ് PC ജോർജിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മുൻ ജാമ്യ വ്യവസ്ഥ PC ജോർജ് ലംഘിച്ചുവെന്നും ഇതിനു മുമ്പും സമാന കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്നും ഹൈക്കോടതി വിമർശിച്ചു. നടനും AMMA മുൻ വൈസ് പ്രസിഡന്റുമായ ജയൻ ചേർത്തലയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകി നിർമ്മാതാക്കളുടെ സംഘടന. ജയൻ ചേർത്തല നടത്തിയ വാർത്താ സമ്മേളനത്തിന് പരാമർശത്തിലാണ് കേസ് നൽകിയിരിക്കുന്നത്. ജയൻ ചേർത്തലയ്ക്ക് സംഘടന വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിൽ കേസെടുത്ത് കന്റോൺമെന്റ് പോലീസ്. ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിയാണ് കേസ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തത്. ചോദ്യം ചെയ്യലിനെത്താൻ പോലീസ് ആശാ വർക്കർമാർക്ക് നോട്ടീസ് നൽകി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും യോജിച്ചുള്ള തീരുമാനം മന്ത്രി VN വാസവനാണ് അറിയിച്ചത്. ദേവസ്വം ബോർഡാണ് തുക നൽകുക. ഡൽഹിയിൽ ഭൂചലനം. പുലർച്ചെ 5:36ഓടെയാണ് ഡൽഹിയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 4.0 തീവ്രത രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പലയിടത്തും പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് വിവരം. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിലേക്ക് യുക്രൈന് ക്ഷണമില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇന്ന് സൗദി അറേബ്യയിൽ വെച്ചാണ് റഷ്യ US ചർച്ച നടക്കുക. യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗവും ഇന്ന് പാരീസിൽ നടക്കും. സമാധാന ചർച്ചകളിൽ നിന്നും യൂറോപ്പിനെ ഒഴിവാക്കിയതിനെ തുടർന്നാണ് യോഗം.